ക്ലാസ്സംകുട്ടിയൊക്കെ 25 സെന്റിൽ നടത്തിയ പരീക്ഷണം വിജയിച്ചതിൽ നിന്ന് ഇപ്പൊ ഏകദേശം 2 ഏക്കറിലേക്കാണ് ഈ പുതിയ ഒരു കൃഷി രീതി എത്തിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. ഇതെങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മണ്ണൊരുക്കൽ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? മണ്ണൊരുക്കൽ തുടങ്ങിയാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഏരിയ നമ്മൾ കേടെടുത്താതെ ഇവിടെ തന്നെ വെക്കും. ഈ ഏരി ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ഏരിയ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ വിടുതി വെച്ചാണ്ട് 1.25 മീറ്ററിന്റെ വിടുതി വെച്ചാണ്ട് നമ്മൾ ഈ താറാണ്ട് എടുത്തിട്ട് ഇതിന്മേൽ കൊമ്പ് ഫിറ്റ് ചെയ്യാം. ഈ കൊമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഇടയിൽ ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പണിയെടുക്കുക. 2 അടിന്റെ ഒരു ക്യാപ്പ് നമ്മൾ ഇവിടെ കൊടുക്കും. തറാൻ മുട്ടിക്കാതെ കൊടുത്തിട്ട് ഇതിൽ 2 പിടുത്തം കോഴിവളം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ സ്ഥലം നല്ല പാകപ്പെടുത്തിയിട്ട് 3 വിത്ത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 വിത്താണ് ഇതിന്റെ ക്യാപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് 3 വിത്ത് വെച്ച് നോക്കി. അപ്പോഴിത് പറിക്കുമ്പോ സാധനം ഉണ്ടാവുള്ളൂ. അല്ല, അന്ന് എനിക്ക് തോന്നുന്നു 1 വിത്ത് വെച്ചപ്പോ ഇതിന് നല്ല രീതിയിൽ ചെനപ്പ് പൊട്ടിയിരുന്നു. സൈഡിൽ ചെനപ്പുണ്ട്, അത്യാവശ്യത്തിന് ചെനപ്പ് ഇപ്പൊ ഇതിനും വരുന്നുണ്ട്. ചില സ്ഥലത്ത് നല്ല ഒഴിവുള്ളവർക്ക് 10 കമ്പടം വരെ വന്നാണ്. ഇതാണ് ഇപ്പൊ ചെനപ്പ് ഇതിന്റെ ഒപ്പം വന്നു. പിന്നെ ഫസ്റ്റിൽ പൊട്ടി തന്നെ പൊട്ടിയിട്ടുള്ളൂ, പിന്നെ പൊട്ടിയിട്ടില്ല. അത് കാച്ചില്ലാതായി. കപ്പ എന്ത് രണ്ടും കൂടി ഒപ്പം വളർന്നുകൊണ്ട് എന്നാലും 10 കമ്പടം വരെയുള്ള ഏരിയ ഉണ്ട് ചില സ്ഥലത്തൊക്കെ. ഈ പ്രാവശ്യം നമ്മൾ 3 വിത്താണ് വെച്ചത്. പക്ഷെ ഈ കള്ളി തമ്മിൽ ഭയങ്കര അകലുണ്ട് കേട്ടോ. 2.5 മീറ്റർ ഉണ്ട് ഒരു കള്ളിമെന്ന് മറ്റേ കള്ളിമ കേട്ടോ. ഈ ഒരു ഇങ്ങനെ വീതി നോക്കുമ്പോ ഭാരങ്ങൾ തമ്മിൽ 2 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും. 2 മീറ്റർ എന്തായാലും അകലുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോ കപ്പൊക്കെ നല്ല കഴിയുണ്ടാവുണ്ട്. 10, 12, 15 വരെ നമുക്ക് ഈ ഒരു കമ്പ് പറിക്കണം. ഇനി 5 മാസം കഴിഞ്ഞിട്ടല്ലേ പറിക്കുന്നത്. ഇനി 6 മാസം കൂടി നിൽക്കും. ഇപ്പൊ 2 മാസം മൂപ്പായി. 7 മാസം മൂപ്പാകുന്ന സമയത്താണ് നമ്മൾ കപ്പ പറിക്കുക. ആ സമയത്ത് 10, 12 വരെ സാധാ നമ്മൾ ദീവാൻ എന്ന് പറഞ്ഞ ഇതിന് കിട്ടുന്നുണ്ട്. ആമക്കാട് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 15 കിലോ വരെ നമുക്ക് ആമക്കാടിന് കിട്ടീന്. ജാനിയാണ് നമ്മൾ വിത്തിന് നമ്മളിപ്പോ ഉപയോഗിച്ചിട്ട് പല വിത്തുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ജാനി വിത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഒന്ന് നമുക്ക് ഏകദേശം ഒരു 6-7 പറി മറ്റേനെ അപേക്ഷിച്ച് ഏറെ കിട്ടും. ഇലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തണ്ട് മാത്രം ഇലയില്ലാത്ത തണ്ട് മാത്രം മേപ്പോട്ട് പോയിട്ട് നല്ല വൃത്തിയുള്ള കായ അതിമതി നമുക്ക് 10 പറി വരെ അങ്ങനെ കിട്ടും. ഒന്ന്. രണ്ടാമത്തേത് ഇപ്പൊ നമ്മള് ഈ ടച്ച് ആകുന്ന പ്രശ്നത്തിന് നമ്മൾ മേത്ത് ടച്ച് അയച്ചിട്ട് മുള്ളുത്തുന്ന പ്രശ്നത്തിന് മുറിയാകുന്ന പ്രശ്നം ഈ വളരെ കുറവാണ്. അത്ര ഒരു വരം ഈ ഇലക്ക് കാണുന്നില്ല മറ്റേനെ അപേക്ഷിച്ച്. അപ്പൊ ഫുള്ളും ചെയ്തത് ഈ ജാനിവിത്ത് തന്നെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം. 2 ഏക്കറിലേക്ക് ജാനിവിത്ത്. നമുക്ക് ഏകദേശം എത്ര ഗ്രാം വിത്ത് വേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ 250 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് കൊണ്ടായി തന്നെ കുറച്ച് ബാക്കി 250 5000 ഉണ്ടാവും. 2000 വരെ ഉണ്ടാവും 100 ഗ്രാമിന്. ജാനി ചെറിയ വിത്താണ്. അപ്പൊ എന്തായാലും ആ വിത്തില് എന്നിട്ടും ബാക്കിയുണ്ട് 2 ഏക്കറിൽ നട്ടിട്ട്. അപ്പൊ 3 വിത്ത് വീതമാണ് വെച്ചിട്ടുള്ളതും. ഇതിനിടയിൽ നമ്മൾ ചെടികൾ തമ്മിൽ ഏകദേശം ഒരു 1.25 മീറ്ററിന്റെ ആണ് ഈ കപ്പകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നടുക്ക് എന്താ പറയാ, ഓരോ വാരം നമ്മള് കോഴിവളം ഇട്ട് അതിൽ വിത്ത് നട്ടു. അപ്പൊ മിക്സ് ചെയ്തിട്ട് അതിൽ അന്ന് വെണ്ടന്റെ വിത്ത് കൊടുക്കും. അപ്പൊ വെണ്ട മുളച്ച് വരുന്നതിന് ഒപ്പം തന്നെ ഇവിടെ പുല്ല് മുളയ്ക്കും. പുല്ല് മുളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 2 കരവിടെ ഉണ്ടാവും പൊന്തിച്ചാണ്ട്. ഈ കരമെന്ന് ചെറിയൊരു കൈക്കോട്ടിനൊരു തട്ടലിന് തട്ടി കൊടുത്താല് അന്ന് മുളച്ച പുല്ല് മണ്ണിന്റെ പോകും. ഈ വെണ്ടന മറ്റേക്ക് കുറച്ച് പുതിയ മണ്ണ് വരും ചെയ്യും. അപ്പൊ ഇത് പെട്ടെന്ന് അടിച്ച് കയറി പോരും. അടുത്ത വളം ചെയ്യുമ്പോൾ ഏകദേശം 50 ദിവസമായിട്ടുണ്ടാവും. അതുവരെ നമ്മൾ ഈ നാടൻ വളർത്തുമ്പോൾ തന്നെ പോകുന്നു. 50 ദിവസം ആകുമ്പോൾ ഏകദേശം കായും പൂവൊക്കെ ആയി നമ്മുടെയൊക്കെ വരൽ തുടങ്ങിയ സമയത്താണ് നമ്മളിപ്പോ പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്യത്തില്ലേ. ഒരു ചെടിക്ക് ഇല്ല 50 ദിവസം വരെ ഇംഗ്ലീഷ് വളം തൊട്ടിട്ടില്ല. ഈ നാടൻ വളർത്തുമ്പോൾ നമ്മൾ ഇട്ട നാടൻ വളർത്തുമ്പോൾ നമ്മൾ ഈ പുതിയ മണ്ണ് ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇല വെച്ചാണ്ട് വലുതായി കൊണ്ട് വരും. കമ്പട് ആ കൊടുത്തു തന്നെ വരും. 50 ദിവസം കൊണ്ട് കായാവും. 40 ദിവസം കൊണ്ട് പൂടും. 50 ദിവസം കൊണ്ട് നമുക്ക് പറിക്കാൻ മൂപ്പായ രൂപത്തിലേക്ക് എത്തും. 10 ഗ്രാം ഒരു ചെടിക്ക് വരുള്ളൂ. ഇട്ട് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോ അതിനുശേഷം ഒന്ന് മണ്ണ് ഇറക്കി കൊടുത്തു എന്നല്ലാതെ രാസവളം ഉപയോഗിച്ചത് ഏകദേശം 50 ദിവസത്തോളം എത്തി. 50 ദിവസം കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാസവളം ഉപയോഗിക്കാനായിട്ട് ഇത്തിരി പിന്നോട്ടായി പോയോ, അല്ലെങ്കിൽ നമ്മൾ വൈകിയതാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ? അല്ല, മരം ഒന്ന് മുറ്റി കായ തുടങ്ങിയതിന് ശേഷം ഇംഗ്ലീഷ് വളം എന്താ നന്നാകാൻ എനിക്ക് മനസ്സിലായത്. കാരണം എന്താ വെച്ചാല് ഫസ്റ്റിൽ ആ തഴപ്പുള്ള വളർന്നു വരുന്ന ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് വളം കൂടി കൊടുത്താൽ പെട്ടെന്ന് ആ ചെടി കണ്ട് വലിയ വട്ടലിട്ടാണ്ട് അടിച്ച് പൊന്തിയാണ്ട് അപ്പൊ എല്ലാ രോഗങ്ങളും വരാൻ സാധ്യതയാണ്. ഈ ഇലപ്പുള്ളിയും മറ്റതൊക്കെ. ഇപ്പൊ നമ്മള് വെണ്ടയ്ക്ക് ഇതുവരെ ഒരു ഇലക്ക് അടിയിലെ മുളച്ച ഇല മുതലിച്ചിട്ട് ഇപ്പോഴും വെണ്ടമേൽ നിൽക്കുക. നമ്മള് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞിട്ട് നമ്മളിങ്ങനെ വെട്ടി ഒഴിവാക്കാന്നല്ലാതെ ഒരു ഇലപ്പുള്ളിയോ വേറുള്ള ഒരു രോഗം ഇതുവരെ വന്നിട്ടില്ല. ഒരു കീടനാശിനി നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ രാസവളം ഉപയോഗിച്ചില്ലെങ്കിലും നല്ല വിളവുണ്ട് എന്നുള്ളതിൽ ഒരു രാസവളം എങ്ങനെയാലും വെണ്ടയ്ക്ക് നല്ലത് മരം ഒന്ന് മുറ്റിയതിന് ശേഷം കൊടുക്കണ്ട. പക്ഷെ നാടൻവളം ആദ്യം കൊടുക്കണം. നല്ല രീതിയിൽ നാടൻവളം കൊടുക്കണം. ഒരു 50 ദിവസം അതിന്റെ ശേഷം നമ്മള് പിന്നെ 16 അതിലേക്കൊരു 10 കിലോക്ക് 4 കിലോ തോതില് പൊട്ടാഷ്യം ചേർത്താണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഉപയോഗിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫാക്ടംബോസും സമം പൊട്ടാഷ്യം ചേർത്തിയാണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് മണ്ണ് കൂട്ടി കൊടുത്തത്. അപ്പൊ നമ്മൾ ഈ കപ്പയ്ക്ക് പിന്നെ എന്താണ് നമ്മൾ പിന്നെ അടുത്ത വളം കൊടുത്തത്? കപ്പക്ക് ഇപ്പൊ ഒന്നും ചെയ്യൂല. വെണ്ട പോയതിന്റെ ശേഷം ഈ കപ്പക്ക് വളമുള്ളൂ. അപ്പൊ ഇത് മണ്ണ് കൂട്ടി വെറുതെ മണ്ണ് കൂട്ടി കൊടുത്തത് മാത്രമാണ്? മണ്ണ് കൂട്ടി കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ മണ്ണ് കൂട്ടി കൊടുത്തു. ഇനിയിപ്പോ ഒരു വളം നമ്മൾ ചെയ്യും. വെണ്ട മരം പറിച്ചതിന് ശേഷം
വെണ്ടന്റെ മരം ഇവിടുന്ന് ഒഴിവാക്കുന്ന സമയത്ത് ഒരു ഫാക്ടംബോസും സമം പൊട്ടാഷ്യം ചേർത്താണ്ട് കപ്പക്ക് മാത്രം നമ്മൾ വളം ചെയ്യും. എന്നിട്ട് ഈ സൈഡ് കോരിയാണ്ട് ഒരു മണ്ണ് കയറ്റലും കൂടി കയറ്റും. എന്നിട്ട് 2 നനയും നനക്കും. അപ്പൊ ഇതിന് ഇതുവരെ നമ്മൾ ജൈവവളമായിട്ടും ഒന്നും ചേർത്തിട്ടില്ലേ? കപ്പക്കൊന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഈ കോഴിവളം ഇട്ടാണ്ട് ഈ വെണ്ട നട്ട അത് മാത്രം. അതായത് കപ്പയ്ക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ ഇതുവരെ വളം. അതായത് ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കപ്പയ്ക്ക് വളം ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ കപ്പ വളർന്ന് അങ്ങോട്ട് പോകും. എല്ലാം കൂടി പട്ടാഴ്ച ഇതും വണ്ടി എല്ലാം കൂടി പെരുങ്കാടായിക്കാണ്ട് ഇവിടെ നിൽക്കാൻ നല്ലത് കപ്പ എങ്ങും കുറയും. കപ്പക്ക് ഇനിയിപ്പോ ഫ്രീ ആയിട്ട് കാച്ചിൽ വരുന്ന സമയത്ത് വെണ്ടൊക്കെ പോയതിന്റെ ശേഷം കിട്ടുമ്പോ നല്ല ഇങ്ങോട്ട് പോട്ടി കീറിയിട്ട് നല്ല കിഴങ്ങ് ഉഷാറായിട്ടുണ്ട് വരും. അപ്പൊ നമുക്കിതില് ഇതിന്റെ ഇടയിൽ ഇതുപോലെ നടാനായിട്ട് ഏതെന്നാണ്? മൂപ്പ് കൂടിയ ഇനങ്ങളാണോ അല്ലെങ്കിൽ മൂപ്പ് കുറഞ്ഞ ഇനങ്ങളാണോ നല്ലത്? നമ്മളിപ്പോ 3 ഇനം നട്ടു നോക്കിയാണ്. 10 മാസം വേണം മറ്റേ ബർമക്ക്. ശരിക്കും അതിന്റെ പാകം മൂപ്പ് വരണമെങ്കിൽ 10 മാസം വേണം. ബർമ കണ്ടമാന എണ്ണം കൂടുതലുള്ള ഐറ്റാണ്. ബർമ്മല് 15 മുതൽ 20 വരെ ഒരു മുരടുമല് കിഴങ്ങ് പൊട്ടും. 20 കിഴങ്ങ് വരെ 20 കിഴങ്ങ് വരെ പൊട്ടുമ്പോ അത് ശരിക്കും മൂക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ബർമ്മ എന്താവും കുറെ തെരുവ് വരും. ഇങ്ങനെ നാര് വരെ ഒരു 10-15 കിഴങ്ങാണ്ട് നന്നായി വലുതായാലും 5 കിഴങ്ങ് 6 കിഴങ്ങ് അതിൽ തിരിവ് വരും. ഞങ്ങൾ ഇവിടെ കിസറെന്ന് അറിയും. അത് പിന്നെ കാണില്ല. ദീവാൻ ശരിക്കും ഒരു കൊമ്പുമല ഒരു 6 കിഴങ്ങ് 5 കിഴങ്ങ് 4 കിഴങ്ങ് 7 കിഴങ്ങ് വരെ വരുള്ളൂ ഈ ഒരു കൊമ്പുമലി. അപ്പൊ ആ ഉള്ള കിഴങ്ങ് ശരിക്കും ഫുള്ള് നല്ല വിൽപ്പനക്ക് പറ്റുന്ന രൂപത്തില് തിരിവില്ലാതെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലം അവിടെ ഇത് ചെയ്താണ്. ഇത് ദീവാനാണ്. അപ്പൊ ഏകദേശം എത്ര മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും? ദീവാൻ ഇവിടെ 7 മാസം മതി. 5.5 മാസം കൊണ്ട് തന്നെ പൊടി വെക്കും. 7 മാസം കൊണ്ട് നല്ല സൈസുള്ള കിഴങ്ങാവും. അപ്പൊ കുറെ ഏരിയ നമ്മളിപ്പോ കൂടുതൽ ഏരിയ ചെയ്തിരുന്നത് ദീവാനാണ്. കുറച്ച് ഏരിയ ആമക്കാടൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഏരിയ ബർമ്മൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെണ്ട ഏകദേശം ഒരു 3.5 മാസം കൊണ്ട് വിളവെടുത്ത് തീരും. അപ്പൊ ശരിക്കും ഈ കപ്പയ്ക്ക് കൂട്ട് ഏകദേശം ഒരു പകുതിയോളം വെണ്ടയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 മാസം നമുക്ക് ഈ വെണ്ടക്ക് കൊടുത്തു കൊടുക്കുന്ന നാടൻ വളം, വെണ്ടക്ക് കൊടുക്കണ ഇംഗ്ലീഷ് വളത്തിന്റെ അംശം കിട്ടുന്നത് മതി അതുവരെ കപ്പക്ക്. അല്ലെങ്കിൽ കപ്പ അതിന്റെ ഇടയിൽ നിന്ന് തള്ളിയിട്ട് ഇതേമാതിരി വെണ്ടനെ വളരാൻ സമ്മതിക്കില്ല. അപ്പൊ വെണ്ട വളർന്നിട്ട് കപ്പന്റെ ഒരു പടി മേലെ പോയില്ലേ, ഈ പോയത് കപ്പയും വെണ്ടയും കൂടി ഒപ്പം വളർന്നാല് വെണ്ട ഇതേമാതിരി നമുക്ക് കായ് പറിക്കാൻ കിട്ടൂല. കായ പറിക്കാനും കിട്ടില്ല. അപ്പൊ ഒന്ന് അതിന്റെ ചോട നിൽക്കണം. കപ്പ എപ്പോഴും വെണ്ടന്റെ ചോട നിൽക്കണേലേക്ക് നമ്മൾ വളം ചെയ്യാവും. കപ്പക്ക് സ്വന്തം നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ കപ്പ വെണ്ടന്റെ മേലെ പോയിട്ടുണ്ടാവും. മേലെ പോയാല് കപ്പ വെണ്ട കീപ്പർ അടിക്കും. അപ്പൊ നമ്മൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതെല്ലാത്തിനെയും, അതായത് വെണ്ടയും കപ്പയും ഒക്കെ നമ്മൾ നടുമ്പോൾ ഇതെല്ലാതും നമ്മൾ വളർത്തേണ്ടതാണെന്ന് വിചാരിച്ച് വളം ഇടുമ്പോൾ ഒരു തുള്ളി പോലും നമ്മൾ കപ്പയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാതെ എന്ത് ചെയ്യും അല്ലെങ്കിൽ കൊടുക്കണ്ടേ എന്ന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കാരണം അതിന് കപ്പയ്ക്ക് വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ട കൃഷി ലാഭകരമല്ലാതെയോ വെണ്ട അതിന്റെ ഉള്ളിൽ പെടും. അപ്പൊക്കെ ഒന്നും കൊടുക്കരുത്. ഈ സമയം വരെ വെണ്ടേന്ന് കിട്ടുന്നത് പോലെ ലോങ്ങന്ന് പോയി പിടിച്ച് കൊണ്ടുവന്നിട്ട് കിട്ടുന്നത് മാത്രം വെച്ചിട്ട് അപ്പൊ നല്ല സൈസ് കിഴങ്ങും. കാരണം എന്താ വെച്ചാല് നമ്മൾ കപ്പയ്ക്ക് മുരട്ടിടുന്നതിനെ കാട്ടിയല്ലേ കുറച്ച് ദൂരത്ത് വളരുന്ന. ദൂരത്തിന് വലിച്ചു കൊണ്ടുവരുമ്പോഴാണ് നല്ല ലോങ് കിഴങ്ങുണ്ടാകുക. അപ്പൊ മുരട്ടി നമ്മൾ ഈ തറമ്മലെല്ലാം കൂടി കൂട്ടിയിട്ടാല് ഒരു സൈസ് മുട്ടിക്കിഴങ്ങ് ഉണ്ടാകുക, വലിപ്പം കുറഞ്ഞ. നേരെ മറിച്ച് ലോങ്ങിലാണ് തറന്റെ പുറത്തേക്കാണ് നമ്മൾ വളർട്ട് വെച്ചാല് അവിടെ പോയി വലിച്ചുകൊണ്ടിരാൻ വേണ്ടിട്ട് ഈ വളർന്ന വേരില്ലേ, ഈ വേര് കിഴങ്ങായി വരുമ്പോ നല്ല സൈസ് കിഴങ്ങും. അപ്പൊ പ്രതിസന്ധികൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ നമുക്ക് നോക്കിയാൽ കിട്ടുന്നിടത്ത് തന്നെ ഉണ്ടെങ്കിൽ അവിടുന്ന് വേണ്ട എടുക്കുക ചെയ്യാം. കുറച്ച് ദൂരത്ത് കൊണ്ടുവരാൻ നമ്മൾ കുറച്ച് മടിക്കും. ദൂരത്ത് കൊണ്ടുവരുമ്പോഴാണ് കപ്പക്ക് കിഴങ്ങുണ്ടാകുക. അത് നമ്മൾ മനുഷ്യന്മാര് പറയുന്ന പോലെ പ്രതിസന്ധികൾ എത്രയുണ്ടോ അത്രയും ജനങ്ങൾ അല്ലെങ്കിൽ അത്രയും ആൾക്കാർ നന്നാവും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ കപ്പയ്ക്ക് അകത്തി വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നീളം കിഴങ്ങുണ്ടാവുന്നതാണ് നമ്മുടെ അസംകുട്ടിയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ അസംകുട്ടിയൊക്കെ VAPCK കർഷക സമിതി തലപ്പാറയിലേക്കാണ് നമ്മളുടെ ഈ സാധനങ്ങൾ എല്ലാതും കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് കർഷകൻ തന്നെ തിരിഞ്ഞു മാറ്റുന്നുണ്ട്. അതായത് വളവും തിരിവുള്ളതൊക്കെ അത് നമ്മൾ കർഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ മാർക്കറ്റിൽ